ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ ഹൽവയാണ്. അത് പച്ച പപ്പായ കൊണ്ട് എങ്ങനെ ഹൽവ ഉണ്ടാക്കിയെടുക്കാം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 2 പച്ച പപ്പായ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 കപ്പ് പാല്, കാഷ്യൂനട്ട്, ബദാം അത് ആവശ്യാനുസരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, നെയ്യ് 5 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് പപ്പായ പീൽ ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പപ്പായ രണ്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി. അതിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇടാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ആദ്യം അല്പനേരം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് ഇതിലേക്ക് പഞ്ചസാര ഇടാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പപ്പായയുടെ പച്ചച്ചുവ മാറുന്നത് വരെയാണ് നമ്മളിത് വേവിക്കുന്നത്. ഇപ്പോൾ പപ്പായയുടെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഇടാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 തുള്ളി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഫുഡ് കളർ ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഞാൻ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോയിൽ ഭംഗി വരാൻ വേണ്ടി മാത്രമാണ്. ഒരൊറ്റ തുള്ളി ഇടുന്നുള്ളൂ. ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് കളറ് പോരാ, അതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്പും കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യിട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, നമ്മൾ 2 പപ്പായ എടുത്ത് ഹൽവ ഉണ്ടാക്കാൻ തയ്യാറാക്കി വരുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി. കണ്ടോ, വളരെ കുറഞ്ഞു. നമ്മൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പപ്പായ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോറും പാലും ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും ബദാമും കൂടെ ഇടാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ പാനിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ നമുക്ക് ഇത് പാനിൽ വെച്ചതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സെർവിങ് ഡിഷിൽ അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഹൽവ ഇടാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഹൽവ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം.